ശിരൂരിൽ നിന്നും കണ്ണീർ കാഴ്ച. പുഴയിൽ നിന്ന് കരയ്ക്കെത്തിച്ച ലോറിയിൽ നിന്ന് അർജുന്റെ മൊബൈൽ ഫോണും മകനായി വാങ്ങിയ കളിപ്പാട്ടവും ലഭിച്ചു. കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങളും ലോറിയിൽ നിന്ന് ലഭിച്ചു. മൃതദേഹം അർജുന്റേതെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന തുടരുകയാണ്. മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. ഗംഗാവലിയിൽ കാണാതായ മറ്റ് 2 പേർക്കായുള്ള തെരച്ചിൽ തുടരും. KV ബൈജുവിന്റെ റിപ്പോർട്ടിലേക്ക്. DNA പരിശോധനാ ഫലം വരുന്നതിനനുസരിച്ചായിരിക്കും ആ യാത്ര അത് സംബന്ധിച്ച തീരുമാനമുണ്ടാവുക. എന്തായാലും നാളെ ഉച്ചയോടുകൂടി DNA പരിശോധനാ ഫലം വരും. അതുകൊണ്ട് തന്നെ നാളെ വൈകിട്ടോടുകൂടി തിരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ജില്ലാ ഭരണകൂടമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. എന്തായാലും നാളെ വൈകിട്ടോടുകൂടി തന്നെ ഇത്തരത്തിൽ യാത്ര തുടരാനാണ് തീരുമാനം. അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ രാവിലെയോടുകൂടി ഇത്തരത്തിൽ എത്താനാണ് ശ്രമിക്കുന്നത്. എന്തായാലും കർണാടക സർക്കാരിൻ്റെ ഔദ്യോഗികമായ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. അതായത് ഈ ചെലവ് മുഴുവൻ വഹിക്കുക കർണാടക സർക്കാരായിരിക്കും. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കർണാടക സർക്കാർ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം ഇതിനെ ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് പോലീസും ഉണ്ടാവും, കർണാടക പോലീസും ഉണ്ടാകും. എന്തായാലും SP ഉൾപ്പെടെ കാർവാർ MLA ഉൾപ്പെടെ ഈ ആംബുലൻസ് അനുഗമിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വീട്ടിലേക്ക് ഇത്തരത്തിൽ SP ഉൾപ്പെടെയുള്ളവർ എത്തും. ഏതായാലും നാളത്തെ ഈ ഫലം അതനുസരിച്ചായിരിക്കും ഈ യാത്ര സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. ഒരു പക്ഷേ നാളെ രാവിലെ തന്നെ ഇത്തരത്തിൽ ഫലം ലഭിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പകൽ തന്നെ യാത്രയുണ്ടാകും. എന്നാൽ മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം കാർവാർ ജനറൽ ആശുപത്രിയിലാണുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഫലം വന്നു കഴിഞ്ഞാൽ DNA പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ പുറപ്പെടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാലും വീട്ടിലും അത് സംബന്ധിച്ച് എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെയാണ് അർജുൻ്റെ ലോറി പുറത്തേക്ക് എടുത്തത്. അതിലെ ക്യാബിൻ പൊളിച്ച് അതിനകത്തുണ്ടായ എല്ലാ വസ്തുക്കളും, അർജുൻ ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും പുറത്തെടുത്തു. ഏറ്റവും പ്രധാനം അർജുൻ്റെ ഒരു കളിപ്പാട്ടമായിരുന്നു. ആ കളിപ്പാട്ടം ഇന്ന് ആ ലോറിക്കകത്ത് നിന്നും ലഭിച്ചു. അതോടൊപ്പം അർജുൻ ഉപയോഗിച്ചിരുന്ന 2 മൊബൈൽ ഫോണുകളും ഒപ്പം അർജുൻ്റെ ഒരു അസ്ഥിയും ഇന്ന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും അർജുനെ ചേർത്ത് വെച്ച് അർജുൻ്റെ എല്ലാ ഓർമ്മകളും ആ ലോറി ചേർത്ത് വെക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ ഏതായാലും കാര്യങ്ങൾ. എന്തായാലും ആ വസ്തുക്കളൊക്കെ വീട്ടുകാർ ശേഖരിച്ചിട്ടുണ്ട്. അത് അർജുൻ്റെ ഓർമ്മയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ആ കളിപ്പാട്ടം നമ്മൾ കഴിഞ്ഞ മാസം തുടക്കത്തിൽ റിപ്പോർട്ട് ചെയ്ത ആ കളിപ്പാട്ടം തൻ്റെ 2.5 വയസ്സുള്ള മകനായി സൂക്ഷിച്ച ആ കളിപ്പാട്ടം അത് ഒരു കേടുപാടും സംഭവിക്കാത്ത രീതിയിൽ ഇത്തരത്തിൽ ഈ ലോറിക്കകത്ത് നിന്നും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ആ കളിപ്പാട്ടം ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്, കുടുംബം ശേഖരിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഒരു RC ബുക്കും കിട്ടിയിട്ടുണ്ട്. വാഹനം പൂർണ്ണമായും അതിൻ്റെ ക്യാബിൻ തകർത്താണ് ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏറെ മണിക്കൂറുകളിലെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ലോറി പൂർണ്ണമായും കരക്കെത്തിക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഗംഗാവലിപ്പുഴയുമായി അർജുന് എല്ലാ ബന്ധങ്ങളും പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. ആ ലോറി ഉൾപ്പെടെയുള്ള വസ്തുക്കളെല്ലാം പുറത്തെത്തിക്കഴിഞ്ഞു. ഇനി നാട്ടിലേക്കുള്ള മടക്കയാത്രയാണ്. ശിരൂരിനോട് ഏതായാലും മണിക്കൂറുകൾക്കകം അർജുൻ്റെ ഒപ്പം ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ആൾക്കാരും ഒക്കെ പുറപ്പെടും. എന്തായാലും നാളെ ഉച്ചയോട് കൂടി തന്നെ പോകാനുള്ളൊരു തയ്യാറെടുപ്പുമുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണം കാരണം ഈ DNA പരിശോധനാ ഫലം വരുന്നതിനനുസരിച്ചായിരിക്കും യാത്ര. അതിനെ സംബന്ധിച്ച തീരുമാനം ഔദ്യോഗികമായി തന്നെ ഉണ്ടാകും. നാളെ വൈകിട്ടോടു കൂടി ആണ് ആലോചിക്കുന്നതെങ്കിലും ഏത് സമയത്താണോ DNA പരിശോധനാ ഫലം വരുന്നത് അപ്പോൾ തന്നെ ഈ യാത്രയ്ക്കുള്ള എല്ലാവർക്കും ആ സമയം സംബന്ധിച്ച തീരുമാനം ഉണ്ടാകും. എന്തായാലും വലിയ തോതിൽ കഴിഞ്ഞ 2 മാസത്തിലേറെയായി ഉണ്ടായ അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരവും ഒപ്പം അർജുൻ ഈ ശിരൂരോട് യാത്ര പറയുന്ന ആ ഒരു ഘട്ടവും വന്നിരിക്കുന്നു. എന്തായാലും ഈ അർജുനെ ഓരോ ഭാഗത്തും ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആംബുലൻസ് അത് കടന്നു പോകുന്ന വഴികളൊക്കെ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ അത് സ്വീകരിക്കാനും അത് അവസാനമായി ഒന്ന് കാണാനും ഒക്കെ ഒരുപാട് ആളുകളും ഉണ്ടാകുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ലോറി ഓണേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ തലപ്പാടി മുതൽ നമ്മുടെ വീട് വരെ അത്തരത്തിൽ ആളുകൾ ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു വൈകാരികമായ ഒരു യാത്ര അർജുൻ്റെ വാഹനമുണ്ടാകും. അത് നാളെ ഉച്ചയ്ക്കോ അതല്ലെങ്കിൽ വൈകിട്ടോടു കൂടി ശിരൂരിൽ നിന്നും പുറപ്പെടും.